നമസ്കാരം ചേച്ചി. ഇവിടൊന്നും വേണ്ട. എന്ത് നമസ്കാരോ? അല്ല, കച്ചവട സാധനങ്ങള്. അയ്യോ, ഞാൻ കച്ചവടക്കാരനൊന്നുമല്ല ചേച്ചി. ഓ, അപ്പൊ സംഭാവനയ്ക്കായിരിക്കും. ഇവിടെ ആർക്കും സംഭാവന കൊടുക്കാറില്ല. ഞാൻ സംഭാവനയ്ക്കും വന്നതല്ല. ഞാൻ ചുമ്മാ സാറിനൊന്ന് കാണാനും നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും വേണ്ടി വന്നയാ. അതെന്നാത്തിനാ? നിങ്ങളെ വല്ല ഇലക്ഷന് നിൽക്കുന്നുണ്ടോ? പരിചയപ്പെടാനും പറ്റും. അല്ല, ഞാൻ ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നയാ. ചുമ്മാ എന്ത് മാങ്ങത്തൊലിക്കാടോ താൻ പരിചയപ്പെടാൻ വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്റെ ആരെങ്കിലും സ്റ്റേഷനിൽ പ്രതിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ചേട്ടനാവൊന്നും ഇഷ്ടമല്ല. അയ്യോ, എന്റെ ആരും പ്രതിയൊന്നും അല്ല ചേച്ചി. ആരാടി? ഹായ് സാർ. എന്താ? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ സാറിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നേ. ചുമ്മാതെ വന്ന് പരിചയപ്പെടാൻ താൻ ഇൻഷുറൻസ് കമ്പനിയുടെ വല്ല ഏജന്റ് വല്ലതും ആണോ? ആണെങ്കിൽ ഇങ്ങോട്ട് കയറണ്ട, എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, ഞാൻ ഏജന്റ് ഒന്നും അല്ല സാറേ. പിന്നാരാ? അല്ല, ഞാൻ സാറിനെ ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നേ. അല്ല, സാർ ഈ കോളനി വന്നിട്ട് കുറെ കാലമായോ? കുറെ കാലമൊന്നും ആയില്ല, 1 വർഷമായുള്ളൂ. ഞാനിവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന ആളാ. അപ്പൊ ഞാനെന്താ ഇവിടുന്ന് താമസം മാറുന്നത്? സാറേ, എന്റെ പേര് സുനീഷ് എന്നാണ്. ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നു, അത്രേ ഉള്ളൂ. എന്താ, എന്ത് ചെയ്യുന്നു? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അയ്യോ, നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് ബാങ്കിലിട്ട് അതുകൊണ്ട് ജീവിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. ജീവിക്കണം സാറേ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി, പിന്നെ കാണാം. അയ്യോ, അല്ല, ചേച്ചിയെ പരിചയപ്പെടുത്തില്ല. ഇതിൽ കൂടുതലൊന്നും പരിചയപ്പെടാൻ നിൽക്കണ്ട കേട്ടോ. സാറേ, നമ്മുടെ SI സാറിന്റെ വീട് എവിടാ? എന്തിനാണ്? അല്ല, സാറിനെ കൂടെ ഒന്ന് പരിചയപ്പെടാന്ന് വെച്ച്. നീ ഇങ്ങനെ പരിചയപ്പെടാൻ അങ്ങ് ഇറങ്ങിയേക്കാണല്ലോ. അങ്ങനെയൊന്നുമില്ല സാറേ. ഞാൻ വരട്ടെ സാറേ. കൊള്ളാം കൊള്ളാം. വരട്ടെ ചേച്ചി. സാറേ, ഈ തെങ്ങിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചേക്കുന്നേ. തലയെ ചുമ്മിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഴിച്ചിട്ടേക്കാം. എന്താ, പരിചയപ്പെടണം? വേണം സാറേ. വേണം, ഞാൻ പരിചയപ്പെടാം. വേണം സാറേ. സൗകര്യം പോലെ പരിചയപ്പെടാൻ നടക്കുന്നു. കണ്ടോ, അയാളിപ്പോ എന്തിനാ SIയുടെ വീട്ടിലേക്ക് പോണേ? ചുമ്മാ പരിചയപ്പെടണമെന്നല്ലേ പറഞ്ഞത്? അയാളുടെ മട്ടും ഭാവം കണ്ടിട്ട് ആളത്ര ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാ, എനിക്കും തോന്നി. അന്നാ ഇപ്പൊ തന്നെ SIയെ വിളിച്ച് പറ. എവിടെയൊക്കെ കൊണ്ടുവെക്കും. എവിടെയാണ് എന്റെ ബെൽറ്റ് വെച്ചത്? കാണുന്നില്ലല്ലോ. സ്വന്തം ബെൽറ്റ് വെച്ചത് എവിടാന്ന് കണ്ടുപിടിക്കാൻ വരെ ഞാൻ വേണോ? എങ്കിൽ ഞാൻ തന്നെ ആ യൂണിഫോം ഇട്ടോണ്ട് സ്റ്റേഷനിലേക്ക് പോവാം. ബാക്കിയുള്ളവർ ഇവിടെ അടുക്കളയിൽ കിടന്ന് നരകിക്കുക. സ്വന്തം ബെൽറ്റ് വരെ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങളാണോ കള്ളനെ പിടിക്കാൻ പോകുന്നേ? മോനെ, ഇതാ ബെൽറ്റ്. ഇന്നലെ കുളിക്കുമ്പോ കുളിമുറിയിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു അമ്മേ. എവിടുന്ന് കിട്ടി ബെൽറ്റ്? അമ്മ കണ്ടുപിടിച്ച് തന്നു കുളിമുറിന്ന്. നിനക്ക് പറ്റിയില്ലല്ലോ കണ്ടുപിടിച്ച് തരാൻ. ഓ, മഹത്തായ കണ്ടുപിടുത്തം. മാഡം ക്യൂറിയോ മാർഗോണിയോ അല്ലേ കണ്ടുപിടിക്കാൻ? ഒറ്റ അടിയൊക്കെ വെച്ച് തന്നാലുണ്ടല്ലോ. എവന്റെ യൂണിഫോം അലക്കുമ്പോ നീ എന്നല്ലേ അടി ഇന്നലെ അടുത്ത് കുളിമുറി വെച്ചത്? അത്രയ്ക്ക് കഥകേടാണോ നിനക്ക്? ഇവന് സ്റ്റേഷനിൽ പോവാൻ ബെൽറ്റ് അന്വേഷിച്ച് നടക്കുമ്പോ അത് കണ്ടുപിടിച്ചു കൊടുത്തത് അവക്ക് പിടിച്ചില്ല. എന്റെ അമ്മ സത്യം പറഞ്ഞോ? അമ്മയല്ലേ അത് ഒളിപ്പിച്ചു വെച്ചത്? ദേ, അമ്മ ചിരിക്കുന്നത് കണ്ടോ? മോൻ ബെൽറ്റ് അന്വേഷിക്കുമ്പോ ഞാൻ വല്ല ചീത്തയും വിളിച്ച് പ്രശ്നമാക്കുമ്പോ മോന്റെ സ്നേഹം കിട്ടാനുള്ള അമ്മയുടെ നമ്പറല്ലേ ഇത്? ഈ പൊടി അവിടുന്ന്. എന്റെ അമ്മേ, കൊള്ളാം. അമ്മ ഒരു സംഭവം തന്നെ കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ പുറപ്പെടുക. ആരാ സാറേ? പയ്യനോ? ഇങ്ങോട്ടോ? ഒരു പയ്യൻ ചുമ്മാ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് എന്നെ പരിചയപ്പെടുത്തി ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചു. താനൊന്ന് ശ്രദ്ധിച്ചാരെ. ഓക്കെ സാർ. അല്ല സാർ, ആള് വന്നു തോന്നുന്നു. നോക്കട്ടെ സാർ. സാറെന്താ പറഞ്ഞത്? ഒരു പയ്യൻ പരിചയപ്പെടാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ഒന്ന് ശ്രദ്ധിച്ചേക്കണോന്നാ CI സാർ പറഞ്ഞ. അയ്യോ, കള്ളനോ മറ്റോ ആയിരിക്കോ? അയ്യോ എടാ, വരുന്നു. പോയി നോക്കാല്ലേ? അയ്യോ എടാ മോനെ, അവനെന്തേലും ആക്രമിക്കുക മറ്റോ ചെയ്താലോ? ഒരു കരുതലോടെ പോടാ. ഏയ്, അങ്ങനെയൊക്കെ ചെയ്യോ? എന്നാൽ ഒരു കരുതലൊക്കെ നല്ലതാ. ഞാൻ കൊടുവാളുമായിട്ട് വാതിലിന് പുറകെ നിൽക്കാം. അത് നേരാ. ഒരു കാര്യമില്ലാതെ ഒരുത്താൻ പരിചയപ്പെടാനെന്ന് പറഞ്ഞു വന്നാ സംശയിക്കണം മോനെ. ചേട്ടാ, അങ്ങോട്ട് ചെറുക്കണ്ണി പേടിപ്പിക്കാടി. തുറക്കട അങ്ങോട്ട്. ഈ പേപ്പറിലേക്ക് അഴിമതി അക്രമം അല്ലാതെ വേറെ ഒരു വാർത്തയില്ല. ഞാനിവിടെ അടുത്തുള്ള സാറേ 16B പുതുതായിട്ട് താമസിക്കുന്ന ആളാ. പേര് സുനീഷ്. സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നേ. ഹലോ. ഞാൻ ദിനേശൻ, SI. സുനീഷ്. സാറ് മാത്രമല്ല ഇവിടെ? ഫാമിലി ഒന്നുമില്ല? ഉണ്ട്. കാജറേ, അമ്മേ വാ.
നമസ്കാരം. ഇത് അമ്മ, ഇത് കാഞ്ചന. അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. അയ്യോ. ആരാ? ചേച്ചി, ഞാൻ ഈ കോളനിയിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആളാ. നിങ്ങളെയൊക്കെ ഒന്ന് ചുമ്മാ പരിചയപ്പെടാൻ വേണ്ടി വന്നേ. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഏർക്കാ? ഇല്ലമ്മേ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അത് പറ. അല്ലെങ്കിൽ ആരെങ്കിലും പരിചയപ്പെടാനെന്ന് പറഞ്ഞ് രാവിലെ കയറി വരുവോ? അല്ല അത് പിന്നെ അല്ല പിന്നെ സാറും ഫാമിലിയും വീട്ടിലോട്ട് വരണം കേട്ടോ. 16 തൊട്ടടുത്താ. ഓ, തൊട്ടടുത്താ 16. അല്ല സാറേ, ഈ കോളനിയിൽ എല്ലാം കൂടി എത്ര വീട് കാണും? ഇവിടെ എല്ലാം കൂടി ഒരു 10-100 വീടുകൾ കാണും. 100 വീട്. എന്തിനാ? അല്ല, ഈ 100 വീട്ടിലും കൂടി പരിചയപ്പെടണമല്ലോ. എന്നാ പിന്നെ വരട്ടെ സാറേ. അമ്മ വേണ്ട. അയ്യോ, സാറിന്റെ ഫോൺ നമ്പർ ഞാൻ വാങ്ങിച്ചില്ല. സാരമില്ല, ഞാൻ നാളെ വന്ന് വാങ്ങിച്ചോളാം. ഇവപ്പം നാളെ ഇവിടെ വരുമോ? ഇവനപ്പ ചില്ലറക്കാരനല്ലല്ലോ. വേണ്ട, നമ്പർ ഇപ്പൊ തന്നെ തരാം. 94 47 41 18 43. അയ്യോ സാറേ, സേവ് ചെയ്ത് ഞാൻ ഫോൺ എടുത്തില്ല. സാരമില്ല, നാളെ ഞാൻ ഫോൺ കൊണ്ടുവന്ന് സേവ് ചെയ്തോളാം. നമ്മളൊക്കെ അയൽക്കാരല്ലേ സാറേ, നാളെ കാണേണ്ട ആൾക്കാരല്ലേ. അയ്യോ, ചായ എടുത്തില്ല. അയ്യോ, ഇപ്പൊ വേണ്ട ചേച്ചി, ഇനി സ്വസ്ഥമായിട്ട് ഒന്ന് കുടിക്കാല്ലേ. ഞാൻ നാളെ ഓക്കെ. ശരി സാറേ. അമ്മേ, ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടോ? ശരിടാ, ശരിക്കും ആരാ? നമുക്ക് ഒരു കുരിശാവൂ. സാർ, സോറി സാർ, ഞാൻ അല്പം ലേറ്റായി പോയി. ഇത് ശീലമാക്കണ്ട. ഇല്ല സാർ, എന്ത് പറ്റിയെന്ന്? ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരാൾ വന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാനെന്ന് പറഞ്ഞാ വന്നത്. ഇവിടെ കോളനിയിൽ 16 വീല താമസിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അവൻ തന്റെ ഏരിയയിലും വന്നല്ലേ? അല്ല, അവൻ സാറിന്റെ ഏരിയയിലും വന്നായിരുന്നോ? വന്നു. അത് കൊള്ളാലോ. തനിക്ക് ആളിനെ കണ്ടിട്ട് എന്ത് തോന്നി? അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല സാറേ. നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. ചുമ്മാ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ആളൊരു ഓപ്പൺ ഹാർട്ടഡ് ഫെലോയാ. എന്നാലും താൻ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആളല്പം പെശ കാണുമെന്ന് എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്. ആണോ സാറേ? ആ, സത്യം പറഞ്ഞാ എനിക്കും കണ്ടപ്പോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ആള് കുഴപ്പക്കാരനാണല്ലേ സാറേ? ഞാൻ ശ്രദ്ധിച്ചോളാം. ഏതായാലും താൻ അവന്റെ ഡീറ്റെയിൽസ് ഒന്ന് എഴുതി വെച്ചേരെ. സാർ. താൻ ചെല്ലേ. ഓ സാർ. അല്ല സാറേ, സത്യത്തിൽ അയാൾ കുഴപ്പക്കാരനായിരിക്കോ? തന്നോട് ഞാൻ മലയാളത്തിൽ എന്നോട് പറഞ്ഞത് അവൻ കുഴപ്പമാണ്. പോയി അന്വേഷിച്ചിട്ട് വേണം. സാർ, ഇയാളുടെ അത്രയും കുഴപ്പക്കാരനായിരിക്കില്ല. എനിക്കും ചെറിയ ഡൗട്ടുണ്ട്. ഒരുത്തം വന്നു കയറിയ പാടെ ഒരേരിയയിലെ 100ഓളം വീടുകളിൽ പരിചയപ്പെടാനെന്നും പറഞ്ഞ് ചുമ്മാ കയറുകയെന്ന് വെച്ചാ അതിലെന്തോ പന്തികേടില്ലേ? ഇതല്ലേ ആള്? ചേടാ, ഇവൻ തന്നെ. എനിക്ക് ആള് മാറിയിട്ടില്ല. തന്നെയല്ലേ സാറേ? യവൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആണോ? യവനെ ഒരു പോലീസ് ജീപ്പിന് എത്ര രൂപയാകും, ഏതൊക്കെ കമ്പനിക്കാരെ ജീപ്പുകൾ ഇറക്കുന്നതെന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. സാറേ, ഇവൻ എന്റെ വീട്ടിലും വന്നിരുന്നു. എന്നിട്ട് എന്റെ വീട്ടിലെ ചുമരില് ഗാന്ധിജിയുടെ പടം കണ്ടിട്ട് ഇവൻ അതിലേക്ക് കയറി പോയി. അതല്ലെന്നേ, ഗാന്ധിജിയെ പിടിച്ചിട്ട് ക്വിറ്റ് ഇന്ത്യ, ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹം എല്ലാം കൂടെ പറഞ്ഞിട്ട് ഗാന്ധിജി മരിക്കണവരെ എത്തിയപ്പോ 15 മിനിറ്റ് അങ്ങ് പോയി കിട്ടി. എന്താ ഇവിടെ എല്ലാരും കൂടി ഒരു ചർച്ച? എന്താ സാറേ, വല്ല പ്രശ്നമാണോ? ഇവനാ പ്രശ്നം. അയ്യോ, ഞാനല്ല. ദേ ഇത്. അയ്യോ, ഈ ഫോട്ടോ. അയ്യോ, ഇയാളവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന ആളല്ലേ? എന്നോട് ചിരിച്ചിട്ട് ഇവിടെയാണോ ജോലി എന്ന് ചോദിച്ചു. അപ്പൊ നീ LIC ചേർപ്പിച്ച? അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവന്റെ ഭാഗ്യം. സാർ ഇവൻ എന്നോട് ചോദിച്ചു. ദേ സാറേ, സാറേ നോക്കി, അവൻ തന്നെയല്ലേ അത്? ഇപ്പൊ ഉറപ്പായി ഇവൻ കുഴപ്പക്കാരനാ. ഇനിയിപ്പോ പോലീസ് സ്റ്റേഷൻ ആക്രമണം ആണോ ലക്ഷ്യം എന്നറിയില്ല. ഹായ്. നമസ്കാരം. 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 എന്താണോ? ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി, അതാ വന്നേ. പോലീസ് സ്റ്റേഷൻ എന്നല്ലേ കേട്ടത്, അല്ലാതെ കാഴ്ച ബംഗ്ലാവൊന്നും അല്ലല്ലോ. തമാശ തമാശ. ശരിക്കും താൻ ആരാ? സാറേ, സാർ എന്നെ മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ രാവിലെ സാറിന്റെ വീട്ടിൽ വന്നില്ലേ? സുനീഷ് മറന്നുപോയി. ഈ സാർമാരെല്ലാം ഞാൻ രാവിലെ പരിചയപ്പെട്ടെ. സാറേ, ഒരുപാട് നാളായോ ഈ സ്റ്റേഷൻ തുടങ്ങിയിട്ട്? പിന്നെ ബിഫോർ ക്രൈസ്റ്റിന് മുമ്പുള്ളതാ ഈ സ്റ്റേഷൻ. ആണോ? കണ്ടാ പറയത്തില്ല. നീ പോലീസ് സ്റ്റേഷന്റെ ചരിത്രം എഴുതാൻ വന്നതാണോ, അതോ ഇനി ഇത് വിലക്ക് വാങ്ങാൻ വന്നതാണോടാ? ഏയ്, ചുമ്മാ ചോദിച്ചാ സാറേ. അനിയ, ഒന്ന് ഇങ്ങോട്ട് നീങ്ങിന്നേ. ഞാനോ? ഫോട്ടോ എടുക്കണേ? ഞാനൊന്ന് കാണട്ടെ. സത്യം പറയടാ, നീ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്ന മാവോയിസ്റ്റ് അല്ലേ? അയ്യോ
സാറേ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവ സാറേ. എന്നാ പാവം പോയേ. ഞങ്ങൾക്കിവിടെ വേറെ പണിയുണ്ട്. മേലാൽ പരിചയപ്പെടാനെന്നും പറഞ്ഞ് ഇതിനകത്ത് കയറി നിറങ്ങരുത്. ഓ സാറേ, ഈ പരിചയപ്പെടുന്നു എന്ന് പറയുന്നൊരു കുറ്റമാണ് സാറേ. എന്തിനാണ് പരിചയപ്പെടുന്നേ? നീ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? അതോ നീ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റ് ആണോ? അതോ ഏതെങ്കിലും കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ പരിചയപ്പെടുന്നേ? സാറേ, ഞാൻ ഇതൊന്നുമല്ല. ഞാൻ ഒരു നാട്ടിൻപുറത്തുകാരനാ. ചുമ്മാതെ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകുന്ന കരുതി, അത്രേ ഉള്ളൂ. എന്തായാലും അനിയൻ പരിചയപ്പെട്ടല്ലോ, ഇനി പോയട്ടെ. ശരി സാറേ. സാറേ, ഇത് വെള്ളിയാണോ? ഇതാണ് വെള്ളി നക്ഷത്രം. അയ്യോ, ഇന്നലെ ഞാൻ ഈ ആഴ്ചത്തെ നക്ഷത്രം കണ്ടില്ല. ഇനി നിന്നാ ഇവിടെ ഈ കൈയുടെ ചിത്രം വിടുമ്പോ ശരി സാറേ, വീണ്ടും കാണാം. ഓക്കെ സാറേ, ഓക്കെ. ഇവന് ഭ്രാന്തുമല്ലോ ഉണ്ടോ? സാറേ, ഇവന്റെ പോക്ക് അത്ര പന്തിയല്ലല്ലോ, എന്തോ പന്തികേടുണ്ട്. നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ഞാൻ അന്വേഷിക്കാം സാറേ. പുള്ളിയുടെ സകല ഡീറ്റെയിൽസും ഇന്ന് തന്നെ ഞാനിവിടെ എത്തിക്കാം. അത് മതി. അത് മതി അല്ലേ സാറേ? മതിയാക്കുന്നു. ദൈവമേ, അയാൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. അയ്യോ, നമസ്കാരം. വാ വാ, അതോട്ടിരിക്കാം. വാ 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 വാ, ഇരിക്കി പ്ലീസ്. താങ്ക് യു. ആരെ? ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഇതെന്റെ ഹസ്ബൻഡാ. പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണല്ലോ, പോലീസ് ഷീല. നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? എന്റെ ചേട്ടന്റെ പേര് രാമചന്ദ്രൻ. പാവം മരിച്ചുപോയി. അല്ല, ചേട്ടന്റെ പേരെന്താ? പ്രസന്നൻ. അഡ്വക്കേറ്റ് പ്രസന്നൻ എന്ന് വിളിക്കും. ആര് വിളിക്കും? ആർക്ക് വേണേലും വിളിക്കാലോ. എങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് പ്രസന്നൻ. ഹാപ്പി ആയോ? മതി മതി മതി. നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? എന്റെ ചേട്ടന്റെ പേര് രാമചന്ദ്രൻ. പാവം മരിച്ചുപോയി. അല്ല, ചേട്ടന്റെ പേരെന്താ? പ്രസന്നൻ. അഡ്വക്കേറ്റ് പ്രസന്നൻ എന്ന് വിളിക്കും. ആര് വിളിക്കും? ആർക്ക് വേണേലും വിളിക്കാലോ. എങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് പ്രസന്നൻ. ഹാപ്പി ആയോ? മതി മതി മതി. ഷീലെ, നമുക്ക് പരിചയപ്പെടാൻ പറ്റിയാണ്. നിങ്ങൾ എല്ലാ വീട്ടിലും കയറി ആൾക്കാരെ പരിചയപ്പെടുകയാണല്ലോ. മാക്സിമം വീട് കവർ ചെയ്തോണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞ് ഞാൻ പല പല വീടുകളിലും പരിചയപ്പെട്ട് കവർ ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഫാമിലി എന്റെ വീട്ടിൽ വന്ന് എന്നെ പരിചയപ്പെട്ട് കവർ ചെയ്യുന്നത്. സത്യം. ഞങ്ങൾക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. മിസ്റ്റർ പ്രസന്നൻ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളാണ് കേട്ടോ. ഉമിക്കിരിട്ടാണോ പല്ല് തേക്കുന്നത്? എങ്ങനെ മനസ്സിലായി? ദേ ഇരിക്കുന്ന ഉമിക്കിരി കഴുകിയിട്ടില്ല. ഉമ്മിക്കരി അല്ല, താടിയാണ് ഇപ്പോഴത്തെ ഫാഷൻ. എങ്കിൽ നമുക്കൊരു ചായ കുടിക്കാം. ആയിക്കോട്ടെ. അയ്യോ വേണ്ട സാർ, സമയമില്ല. എനിക്ക് സമയമുണ്ട്, ഞാൻ ഫ്രീയാ. അല്ല, ഞങ്ങൾക്ക് സമയമില്ലെന്നാ പറഞ്ഞു. അല്ല, ഇവിടെ ഫാമിലി ഒന്നുമില്ലേ? ഞാൻ മാരീഡ് അല്ല. ഓ, അപ്പൊ അച്ഛനും അമ്മേ? ഒരു ആക്സിഡന്റ് രണ്ടുപേരും പോയതാ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആക്സിഡന്റ്, മരണം, കഷ്ടം. അപ്പോ ഇൻഷുറൻസ് കാശൊക്കെ ഒരുപാട് കിട്ടിക്കാണല്ലോ. ഹേയ്, ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിലെ. ഞാനത് വിറ്റ് ഇവിടെ വീട് വാങ്ങിച്ചതാ. അപ്പൊ കാശ് ഇഷ്ടം പോലെ കാണുമല്ലേ? ജീവിച്ചു, അത്രേ ഉള്ളൂ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ആക്സിഡന്റ് വന്നാ തീർന്നുവല്ല, നമ്മളങ്ങ് ഒറ്റപ്പെട്ടു പോകും. നമ്മളാ? അല്ല, പൊതുവായി പറഞ്ഞതാ. ഞാൻ മേടിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പോളിസിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്ത് പോളിസി? അതെ, ചേട്ടൻ ഒരു ഇൻഷുറൻസ് ഏജന്റാ. ഞങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യമായി ടാർജറ്റ് തേക്കേണ്ട സമയമായി. സാറൊന്ന് സഹായിച്ചാ ഒരു ഉപകാരമായി. അധികമൊന്നും വേണ്ട, ഒരു 5-10 ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ മതി. അഥവാ ഈ ആക്സിഡന്റിൽ ആള് തട്ടിപ്പോയാലേ ഡബിള് കിട്ടും. 10 ലക്ഷത്തിന്റെ പോളിസിക്ക് 20 ലക്ഷം, 5-ന് 10. അതിൽ ഞാൻ തന്നെ തട്ടിപ്പോണ്ടേ? അത് വേണം. അതും ആക്സിഡന്റ് ആവുക തന്നെ വേണം, അല്ലെങ്കിൽ 10 പൈസ കിട്ടത്തില്ല. എന്റെ ചേട്ടാ, അച്ഛനും അമ്മയും ആക്സിഡന്റിൽ പോയ വേദനയും ജീവിക്കുന്ന എനിക്ക് ഇൻഷുറൻസ് വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. സോറി സിസ്റ്റർ, എനിക്കൊരു പോളിസിയും വേണ്ട. അല്ല, ഒരു സേവിങ്സ് പോളിസി നോക്കിയാലോ? ഷേവിങ്ങും വേണ്ട, കട്ടിങ്ങും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ചായ എടുക്കാം. ഇയാളുടെ സൽക്കാരത്തിന് വന്നോന്നല്ല ഞങ്ങള്. വാ ചേട്ടാ, ഇയാളിനി ഇളിച്ചോണ്ട് പരിചയപ്പെടാൻ അങ്ങ് വാ, കാണിച്ചു തരാം. ഒരു വകയ്ക്കും കൊള്ളൂല്ലാത്ത മനുഷ്യൻ. എന്റെ സിസ്റ്റർ പിണങ്ങായിരിക്കും. നിങ്ങൾ ഇനിയും വരണം. വരും. താൻ ആള് ക്ലിയർ ആണോന്ന് അറിയാൻ വേണ്ടിട്ടാ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിട്ടത്. തന്റെ കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാ. എന്ത് റിപ്പോർട്ട്? താൻ വല്ല തീവ്രവാദിയോ മാവോയിസ്റ്റോ ആണെന്ന് എനിക്ക് സംശയമുണ്ടല്ലോ. അയ്യോ, ചതിക്കല്ലേ സിസ്റ്റർ. വാതിൽ തുറക്കടോ.
വാതില് തുറക്കാൻ. ആരാ? ഇത്ര വേഗം താനങ്ങ് മറന്നുപോയോ? രാവിലെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സ്റ്റേഷനിലെ സാറ്. വാതില് തുറക്കാൻ. ആരാ? ഇത്ര വേഗം താനങ്ങ് മറന്നുപോയോ? രാവിലെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സ്റ്റേഷനിലെ സാറ്. ഷീല തന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോഴാ എനിക്ക് വളരെ സന്തോഷമായത്. ബാറുകളൊക്കെ അടച്ചപ്പോ 2 വീശാൻ വീട് അന്വേഷിച്ച് നടക്കുമായിരുന്നു. വീട്ടില് എന്റെ ബീവി അടുപ്പിക്കത്തില്ല. പിന്നെ പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാത്ത ഒരു വീട് കണ്ടുപിടിക്കാൻ ഇക്കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ലോ. തനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാ എന്റെ മനസ്സിൽ ഒരു കുളിരുണ്ടായത്. മിലിറ്ററിയാ. സാറ് പോലീസിലല്ലേ? എടോ, മിലിറ്ററിയാ ഞാൻ കൊണ്ടുവന്നേക്കുന്നേ. പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ? എടോ, മിലിറ്ററി സാധനമാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നേ. നല്ല കിടുവാ. താന് പെട്ടെന്ന് പോയി 2 ഗ്ലാസും കുറച്ച് ടച്ചിങ്സ് എടുത്തോണ്ടോ. അയ്യോ, ഞാൻ കുടിക്കത്തില്ല സാറേ. അതിന് നിന്റെ അടുത്ത് കുടിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു? തന്നോട് പോയി ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത്? എന്ത് വാടേ? ജീപ്പിനകത്ത് സാറുണ്ട്. ഞാൻ വിളിച്ചാ സാറിപ്പോ വരും. സാറേ, 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 വാ സാറേ. നമസ്കാരം സാർ. നമസ്കാരം. സോറി സാർ. സാറേ, ഇങ്ങനെ കുടിക്കത്തില്ലെന്ന്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഗ്ലാസും വെള്ളം എടുക്കാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. പിന്നല്ലാതെ എന്തായാലും തന്നെ പരിചയപ്പെട്ടത് വലിയ ഉപകാരമായി. അതെ. ഇനി എപ്പോഴും നമുക്ക് ഇവിടെ ഒരു കമ്പനിക്ക് കൂടാലോ. അതെ. അച്ഛനും അമ്മയും ഇല്ല, കെട്ടിയോളും ഇല്ല. പിന്നെ എന്താണോ വേണ്ടത്? ഇക്കാലത്ത് ഇങ്ങനെ ഒരു വീട് കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണം. പിന്നെ എടുത്തോണ്ട് വാടേ ഗ്ലാസും വെള്ളവും. ഞങ്ങക്ക് പോയിട്ട് ധൃതിയുണ്ട്. സാറേ, ഈ വീട്ടിൽ ഇതൊന്നും പറ്റത്തില്ല സാറേ. ഞാൻ കുടിക്കാറില്ല. കുടിക്കാൻ സഹായിക്കാനും ബുദ്ധിമുട്ടാ സാറേ. പിന്നെ എന്ത് ഭാവിച്ചോടാ താൻ രാവിലെ പരിചയപ്പെടാൻ വേണ്ടി വന്നത്? അയ്യോ സാറേ, ഞങ്ങളെ നാട്ടിൻപുറത്ത് പരിചയപ്പെടാൻ പോകുന്നതേ ഒന്നും പ്രതീക്ഷിച്ചല്ല. എന്നാൽ ഞങ്ങൾ നഗരത്തിലുള്ളവര് ഒരാളോടൊന്ന് ചുമ്മാ ചിരിച്ചാൽ പോലും അതിനകത്ത് എന്തേലും ഒരു കാര്യം എടുക്കണ ഗ്ലാസ്. ഇല്ല സാറേ, എന്റെ വീട്ടുമുറ്റത്ത് വന്നേ എന്നോട് ആജ്ഞാപിക്കാതെ ഒന്ന് പോ സാറേ. സാറേ, സാറിനെ ഇൻസൾട്ട് ചെയ്ത്. നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം എവിടാ? അയ്യോ ഇല്ല സാർ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എടാ, ഇവിടെ തെളിയാതെ കിടക്കുന്ന മുഴുവൻ കേസും നിന്റെ മണ്ട ഞാൻ കെട്ടിവെക്കും. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നോടാ റാസ്കൽ. സാറേ, അല്ലെങ്കിൽ വേറെ ഒരുത്തൻ. നീ മനസ്സിൽ എഴുതി വെച്ചോ. നീ തിന്ന് പഠിച്ച പാടാൻ തോടാ. ആരെയും ചുമ്മാതെ കയറി പരിചയപ്പെടരുത്. അതാണ്. ഇനി മേലിൽ ആരെയും പരിചയപ്പെടാൻ നിന്നാൽ ഇടിച്ചതിന്റെ വട്ടിയാനിളക്കും. ഇല്ല, പരിചയപ്പെടുന്നില്ല. ആരെയും പരിചയപ്പെടുന്നില്ല. വാ സാറേ. നിങ്ങളൊക്കെ ആരാ? ഇനി എവിടെ പോയി അടിക്കൂടോ ഞാൻ? നമുക്ക് വഴി ഉണ്ടാക്കാം. സാറ് വാ. സാറിനെ ഇൻസൾട്ട് ചെയ്തേക്കുന്നു. ഈശ്വര, മനുഷ്യർ തമ്മിൽ പരിചയപ്പെടുന്നത് പോലും കുറ്റമാണോ?